ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും അസുഖങ്ങളും അങ്ങനെയൊക്കെ ആയിപ്പോയി കേട്ടോ. അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആച്ചുവിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നേ, ഒരു ശിവക്ഷേത്രത്തിൽ, കേളേശ്വരം ശിവക്ഷേത്രത്തിൽ. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഇത് നമ്മൾ വണ്ടി ഒന്ന് എയർ അടിക്കാനായിട്ട് വർക്ക്ഷോപ്പിലൊക്കെ കയറ്റിയായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ സൈഡിലൊരു വീട്ടിൽ ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ള് ചെടികൾ, നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ആ ഹാങ്ങിങ് പ്ലാന്റ്സും അതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ചാല മാർക്കറ്റിലാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, ചാലയിൽ എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ ഒരു ലവ്ലി എന്ന് പറഞ്ഞിട്ടൊരു ഫാൻസി സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും, ഡാൻസിൻ്റെ എല്ലാ മെറ്റീരിയൽസും അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ പോയതൊരു സൺഡേ ആണ്. അപ്പോൾ ഇത് ഇച്ചിരി നാളായി കേട്ടോ ഈ വ്ളോഗ് എടുത്തിട്ട്. ശിവരാത്രിയുടെ അന്ന് ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് ഇത്. സൺഡേ ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം അടപ്പാണ്. അത് നമുക്കറിയില്ലായിരുന്നു. ലവ്ലി തുറക്കും, പക്ഷെ ഒരു 10:30-11 ആകുമ്പോഴേ തുറക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മളിച്ചിരി ഏർലി ആയിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ കട തുറന്നിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു കട ഇതാണ് ലവ്ലി കേട്ടോ, ഇതാണ് ലവ്ലി ഫാൻസി സ്റ്റോർ. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇത് ഫേമസ് ആയിട്ടൊരു കടയാണ്. അപ്പോൾ ആ ടൈമിൽ ഇവൾക്ക് പാവാടയ്ക്ക് ഒരു ബ്ലൗസ് എടുക്കണമായിരുന്നു. പട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു കോസ്റ്റ്യൂം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ ശുഭ മാച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ചാലയിലൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബ്ലൗസ് പീസൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ലവ്ലി വെയിറ്റ് ചെയ്തിട്ടും തുറന്നില്ല. പിന്നെ വേറൊരു കടയിലേക്ക് കയറി, കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊരു നെക്ലസ് വാങ്ങി. അപ്പോൾ ഇതെല്ലാം പിന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ ഹസ്ബൻഡിൻ്റെ സഹോദരി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി എല്ലാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. മാല, ഒരു സാധനം തന്നെ പല മോഡലിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം പറഞ്ഞു തന്നു, ഏതാണ് എടുക്കേണ്ടത് എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഐഷു ഭയങ്കര ബഹളമായതുകൊണ്ട് ഐഷുവിനെ പിടിച്ചൊരു സ്റ്റൂളിലിട്ടിട്ട് അവിടെ ഇരുത്തി. അപ്പോൾ അവളിങ്ങനെ ചുറ്റും സാധനവും നടുക്ക് ഐഷു ആയപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. ഐഷു അരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലേ. അപ്പോൾ ഇതൊരു നെക്ലസ് വാങ്ങി. പിന്നെ കമ്മലിൻ്റെയൊക്കെ സൈസ് എത്ര വേണമെന്നുള്ളത് നാത്തുൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ 2-3 കമ്മലുകളൊക്കെ എടുത്ത് നോക്കിയത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് സൈസ് തന്നത്, പക്ഷേ ആദ്യം എടുത്ത് ഇച്ചിരി ചെറുതായിപ്പോയി. പിന്നെ വേറെ നോക്കി നമ്മൾ. അപ്പോൾ എല്ലാം കൂടി ഒരു 1000-നകത്താണ് നമുക്ക് ആയിട്ടുള്ളത് ഈ ഓർണമെൻറ്റ്സിനെല്ലാം. ഇത് വലിയ റേറ്റിൻ്റെ ഒന്നും അല്ല വാങ്ങിച്ചിരിക്കുന്നത്, കാരണം അരങ്ങേറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഒഡിയാണം പല മോഡലിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഈ വെരി ബേസിക് ആയിട്ടുള്ള കാണിച്ചില്ലേ, ആ ടൈപ്പ് ആണ് വേണ്ടത്. ഇതൊക്കെ സ്റ്റോണൊക്കെ വെച്ചതാണ്. ഇത് നമുക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒഡിയാണം, ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ കമ്മലായി, നെക്ലസ്സായി, ഒഡിയാണമായി. പിന്നെ തിരുപ്പൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഈ മുടി ഇങ്ങനെ പൊക്കി ബണ്ണ് ആണ് കെട്ടിയത്. അപ്പോൾ അത് തിരുപ്പനൊന്നും വാങ്ങേണ്ടി വന്നില്ല. പിന്നെ വള ഈ ഗോൾഡൻ്റെ ഇങ്ങനത്തെ വള, ഈ സ്റ്റോണിൻ്റെ വളകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ റേറ്റും ആണത്. 2 വളയ്ക്ക് തന്നെ 200 എത്ര രൂപ വരുന്നുണ്ടത്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു വള, അത് 2 ഡസൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഡസനല്ല, 1 ഡസൻ ഒരു 6 വെച്ചിട്ട് 1 ഡസൻ വാങ്ങിച്ചു ആ വള. അങ്ങനെ പിന്നെ വാങ്ങിച്ചത് ഈ ഒരു സാധനമാണ്. നമ്മുടെ ഈ കമ്മലിൽ നിന്ന് ഇങ്ങനെ മുടിയിലേക്ക് ഫിക്സ് ചെയ്യുന്നില്ല, എൻ്റെ പേരെന്താണെന്നുള്ള എനിക്ക് കിട്ടുന്നില്ല അത്. പിന്നെ മുടി കെട്ടാനുള്ള വട, അതും ഈ പല മോഡലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ള വടയാണ് വാങ്ങിച്ചത്, തലകെട്ട. അപ്പോൾ ഇനി എല്ലാ സാധനവും ഒന്നും കൂടെ കാണിക്കാൻ വാങ്ങിച്ചതെല്ലാം. നെക്ലസ്, പിന്നെ ഒഡിയാണം വാങ്ങിച്ചു, കമ്മൽ ജുമുക്ക, ഇത് എന്താ പറയുക, ടെമ്പിൾ ജ്വല്ലറി എന്നോ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ഇയർ ചെയിൻ വാങ്ങിച്ചു.
അങ്ങനെ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ സാധനം വള എല്ലാം വാങ്ങിച്ചു കേട്ടോ. വലിയ റേറ്റും ആയിട്ടില്ല, ഒരു 1000. എനിക്കൊന്നും അത് തന്നെയാണ് റേഞ്ച് എന്ന് തോന്നുന്നു. ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞത്, അത് തന്നെയാണ് റേഞ്ച് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ എയർച്ചൻ. ഇത് പിന്നെ നല്ല മുത്തൊക്കെ ഉള്ള സാധനമാണ്, നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ബേസിക്കായിട്ട് ആവശ്യമുള്ള പിന്ന്, സ്ലൈഡ്, ഈ പൂ വയ്ക്കുന്ന സ്ലൈഡ്, വട 2 സൈസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതും വലുതും. ഇപ്പോൾ ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ അത് എടുക്കാമല്ലോ വെച്ചിട്ട് 8 രൂപ മറ്റേ ഉള്ളൂ കേട്ടോ ആ വടയ്ക്കൊക്കെ. 8 ചെറുതും 12 വലുതിനും അങ്ങനെ എന്തോ. പിന്നെ ഈ ഫ്ലവറിൻ്റെത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നെറ്റിച്ചുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്, അത് കടയിൽ നിന്നല്ല, മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ ബ്ലാക്ക് ചരട്, വൈറ്റ് ചരട്, പിന്നെ ടിക് ടാക് ക്ലിപ്പ്, യു പിന്ന്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്ന്, സേഫ്റ്റി പിന്ന്, അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അതിൻ്റെ ബാക്കി സെറ്റിംഗ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ പോയി വരുന്ന വഴിക്ക് നമ്മളെ പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള ഈ മണ്ണിലുണ്ടാക്കുന്ന സാധനങ്ങളുടെയൊക്കെ സ്റ്റോറാണ് കേട്ടോ. ഫുള്ള് കടകളാണ്, ഹിന്ദിക്കാരോ മറ്റോ ആണ് അത് ചെയ്യുന്നത്, വർഷങ്ങളായിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്തെ അവിടെ ഉള്ളതാണ്. ഇപ്പോൾ അവർ കടകളായിട്ടൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാനൊരു ബുദ്ധനെ വാങ്ങണമെന്ന്, എനിക്ക് ബുദ്ധൻ്റെ ഒരു ഇത് സ്റ്റാച്ചു വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കി, ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇതിൻ്റെ ഈ വലിയ ടൈപ്പിനൊക്കെ നല്ല റേറ്റാണ്, ഒരു 1500, 1700 ഒക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇച്ചിരിയൊക്കെ കുറച്ചും നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും തരുന്നുണ്ട്. അപ്പം ഞാനൊരു 200 രൂപയുടെയൊക്കെയാണ് വാങ്ങിയത്. പക്ഷേ അത് വാങ്ങിച്ചൊക്കെ കഴിഞ്ഞ ശേഷമാണ് വേറൊരെണ്ണം എൻ്റെ കണ്ണിൽ പെട്ടത്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതിനി എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതും കൊണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി അവളുടെ ഡാൻസിൻ്റെ മേക്കപ്പ്, ഒരുക്കങ്ങൾ, പിന്നെ ഡാൻസ്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പിന്നീട് കണ്ട ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.